നമ്മളെല്ലാവരും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. പ്രോട്ടീൻ റിച്ച് ആയിട്ടും അതേപോലെ തന്നെ അയൺ, കാൽസ്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിനുകളും പ്രോട്ടീനുകളും ഒക്കെ നമ്മൾ നോക്കിയിട്ട് കഴിക്കുന്നവരാണ്. അത് കൂടുതൽ ഡയറ്റ് എടുക്കുന്നവരായാലും ജിമ്മിൽ പോകുന്നവരൊക്കെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊരു 100 ഗ്രാം ചിയാ സീഡ് അല്ലെങ്കിൽ 100 ഗ്രാം സൺഫ്ലവർ സീഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്രത്തോളം കലോറി അടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും ഡയറ്റ് നോക്കുന്നവരും ജിമ്മിൽ പോകുന്നവരൊക്കെ കൂടുതൽ ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ അല്ലാതെ ചുമ്മാ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം വരുന്ന ഒന്നാണ്. നമ്മളൊരു 100 ഗ്രാം ചിയാ സീഡ് അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ കസ്കസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, കലോറി ഉണ്ടോ, അതിനകത്ത് എത്രത്തോളം വൈറ്റമിൻ ഉണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിൽ എത്രത്തോളം കാൽസ്യം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിയാ സീഡ് ഒരു 100 ഗ്രാം ചിയാ സീഡ് എടുത്താൽ അതിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സൺഫ്ലവർ സീഡ് അല്ലെങ്കിൽ പംകിൻ സീഡ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 ഗ്രാമത്തിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം അയൺ അല്ലെങ്കിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു എടുക്കുന്ന ഫ്രൂട്ടിൻ്റെ അല്ലെങ്കിൽ എടുക്കുന്ന ആ ഒരു ഫുഡ് ഐറ്റത്തിൽ എത്രത്തോളം പ്രോട്ടീൻ അല്ലെങ്കിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും.